ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലേഡീസ് വാർഡ്രോബിൻ്റെ ഓർഗനൈസേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു വാർഡ്രോബ് എങ്ങനെ മിനിമലിസ്റ്റ് ആയിട്ടും അതുപോലെ ഫങ്ഷനലി എങ്ങനെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടുനോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. അപ്പോൾ ഇതാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഇപ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ താഴെയുള്ള ഹാങ്ങിങ് പാർട്ടിലാണ് ഡ്രസ്സസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ഹാങ്ങിങ് പാർട്ടിൽ ടോപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ടീഷർട്ട് ടോപ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഏതൊരു പ്ലേസും ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ആ ഒരു ഹാങ്ങിങ് പാർട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് ആ ഒരു പോർഷനിൽ വെച്ചിട്ടുള്ള പാൻസ് ആൻഡ് ജീൻസൊക്കെ അവിടെ നിന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ഹാങ്ങിങ് പാർട്ടിൻ്റെ താഴെയുള്ള പോർഷനിലാണ് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. നെക്സ്റ്റ് ഇതാ നോർമൽ കുർത്താസ് ആൻഡ് പാൻസ് ആണ് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷനും കൂടെ ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടോപ്പ് പോർഷനിൽ പാർട്ടി വെയർസ് ആണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും അവിടെ നിന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. വാർഡ്രോബിലെ ക്ലോത്ത്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ടോപ്സ് ആൻഡ് ടീഷർട്ട്സ് ഷർട്ട്സ് പോലുള്ളതെല്ലാം വന്നിട്ടുള്ളത്. ഇനി ഇതാ ജീൻസ് പാൻസ് ഒക്കെ ഒരു സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ പാർട്ടി വെയർസ് വെച്ചിട്ടുണ്ട്. ഇനി നോർമൽ കുർത്താസ് ആൻഡ് പാൻസ് അതുപോലെ കുർത്ത സെറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളിത് കാറ്റഗറൈസ് ചെയ്തിട്ട് നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അധികം DIYs കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ബാസ്ക്കറ്റ് ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാസ്ക്കറ്റ് ഇപ്പം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അത്യാവശ്യം ആ ഒരു സ്പേസിൽ തന്നെ ഇതെല്ലാം ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ഡെയിലി ബേസിസിലുള്ള കാര്യങ്ങൾ നമ്മൾ ഹാങ്ങിങ് തന്നെയാണ് ചെയ്യുന്നത്, അത് ഫോൾഡ് ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ പെട്ടെന്നൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെയാണ് നമ്മളിവിടെ ഹാങ്ങിങ്ങിൽ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ടീഷർട്ട്സ് ഷർട്ട്സ് ടോപ്സ് കാര്യങ്ങളാണ് ആദ്യം ഞാനിവിടെ റീഓർഗനൈസേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ കളർ ബേസ്ഡ് ആയിട്ടായിരുന്നു ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസോർഡർ ഉള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു ഈവൻ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സ് എല്ലാം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഹാങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില ടീഷർട്ട്സിൽ ഇതുപോലെ ടോപ്സിനേക്കാളും ലെങ്ത്തിൽ വരുന്ന സ്ലീവ്സാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാർട്ട് താഴെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഹാങ്ങറിൻ്റെ പാർട്ടിലേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഹാങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ലുക്കിൽ തന്നെ നമുക്ക് ജാക്കറ്റ്സ് ആയാലും ടീഷർട്ട്സ് ആയാലും ഷർട്ട്സ് ആയാലും നീറ്റ്ലി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആ ഒരു സ്ലീവ്സിൻ്റെ എക്സ്ട്രാ പ്രൊജക്ഷൻ പുറത്ത് കാണാത്ത രീതിയിൽ ഇതുപോലെ നല്ല നീറ്റ് ലുക്കിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓരോ ഷർട്ട്സും ടീഷർട്ട്സും അതുപോലെ ടോപ്സും ക്രോപ്സും എല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഓപ്പൺ ഷർട്ടിൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നുള്ളതെന്നൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോൾഡിങ് എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് വേണം വെക്കാൻ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ലോങ് സ്ലീവ് വരുന്ന ടോപ്സിലെല്ലാം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഹാങ്ങിങ് പാർട്ടിൽ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ അതൊക്കെ ഇടുന്നോളും. അപ്പോൾ ആ ഒരു പ്രൊജക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നീറ്റ്ലി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ടീഷർട്ട്സും ഞാൻ ഈ ഒരു രീതിയിലാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ജീൻസ് ആൻഡ് പാൻസ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. അത് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ള ടോപ്സിൻ്റെ താഴെയുള്ള ഈ ഒരു പോർഷനിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ബാസ്ക്കറ്റിൽ ഫയൽ സിസ്റ്റം അനുസരിച്ചിട്ട് അങ്ങനെയും ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ സെഗ്രിഗേഷൻ ചെയ്തിട്ടുള്ളത് ഫോൾഡിംഗ് മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൾഡിംഗ് മെത്തേഡിൽ ഇതുപോലെ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാറ്റഗറിയിലുള്ള ഐറ്റം നമ്മൾ ആക്സസ് ചെയ്യാൻ നേരത്തെ എളുപ്പത്തിൽ എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജീൻസ് ഒരു ടൈപ്പിലും പാൻസ് ഡിഫറെൻറ്റ് ടൈപ്പിലുമാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്.
നെക്സ്റ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് പാർട്ടി വെയർസ് ആണ്. അപ്പോൾ ഇത് ഒരു ഒക്കേഷണൽ വെയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഇതുപോലെ സെയിം വേയിൽ സ്റ്റോർ ചെയ്യുന്ന ക്ലോത്ത്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഡാമേജ് ആവാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വർക്കുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ സെഗ്രിഗേഷൻ ചെയ്തതിന് ശേഷം സെയിം ബാഗിൽ സ്റ്റോർ ചെയ്യുക. അതുപോലെ ക്ലോത്ത്സും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സിൽക്ക് അതുപോലെ സെറി വർക്ക്സ് ഒക്കെ ഉള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അത് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പേപ്പറെങ്കിലും വെച്ചിട്ടൊരു സെഗ്രിഗേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ സെയിം ബാഗിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോർമൽ കുർത്താസ് ആൻഡ് പാൻസ് ആണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫോൾഡ് ചെയ്യുന്ന മെത്തേഡിലാണ് നമ്മൾ സെഗ്രിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുർത്താസ് എല്ലാം സെയിം വേയിൽ ഫോൾഡ് ചെയ്യാനും അതുപോലെ പാൻസ് ഫോൾഡ് ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് വേയിൽ ഫോൾഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ കുർത്താസ് എല്ലാം ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള കുർത്താസ് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുർത്ത സെറ്റ്സ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുർത്താസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ബാക്കിയുള്ള പാൻറ്റും ഷോളും കൂടെ വെച്ചതിന് ശേഷം ഒരു സെറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇനി ലാസ്റ്റ്ലി നമുക്ക് വരുന്നത് ഇതുപോലുള്ള ഡ്രസ്സ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ ലെങ്ത്താണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഒരു ഹാഫ് ഫോൾഡ് ചെയ്തിട്ടാണ് ഓരോ ഡ്രസ്സും നമ്മളിവിടെ ഹാങ്ങിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഓർഗനൈസേഷനാണ്. നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഈ ഒരു ഹാങ്ങിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു വാർഡ്രോബ് ഓർഗനൈസേഷനും ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം സിംപ്ലിസിറ്റി തന്നെയാണ്. പിന്നെ വന്നിട്ട് നമുക്കത് ഫങ്ഷണലി വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ മാക്സിമം വിഷ്വൽ ക്ലട്ടർ അവോയ്ഡ് ചെയ്തിട്ട് ഈസിലി ആക്സസബിൾ ആവുന്ന രീതിയിൽ ഓരോ ഐറ്റവും നമുക്ക് ഈസിലി ആക്സസബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓരോ വാർഡ്രോബ് ഓർഗനൈസേഷനിലും ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഒരു സെഗ്രിഗേഷൻ, എല്ലാ ഡ്രസ്സിനും ഒരു സെഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും ഈസിലി മെയിൻറ്റെയിനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു വാർഡ്രോബ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.